വിത്ർ ജമാഅത്തായി അവിടുന്ന് നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിച്ചു. 11 റകഅത്ത് വിത്ർ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന കാലത്തിനിടയിൽ ജമാഅത്ത് തറാവീഹിന്റേതും പുനഃസംഘടിപ്പിക്കാൻ അവിടുന്ന് തീരുമാനിച്ചു. അങ്ങനെ തറാവീഹിന്റെ ജമാഅത്ത് പുനഃസംഘടിപ്പിച്ചു. അങ്ങനെ തറാവീഹ് നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ച എണ്ണം എത്രയാണെന്ന് നേരിൽ കണ്ടവരാണ് സഹാബികൾ. ആ സഹാബികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് പുനഃസംഘടിപ്പിച്ചത് എത്ര റകഅത്താണ്? ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുവര്യരും കൂടിയായ അബ്ദുർ റസാഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ മുസന്നഫിൽ രേഖപ്പെടുത്തുന്നു 21 റകഅത്ത് എന്ന് രേഖപ്പെടുത്തുന്നു. അപ്പൊ ഈ ഒരു റകഅത്ത് എങ്ങനെ വന്നു എന്നതിന് ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു മറുപടി പറയുന്നു, 20 റകഅത്ത് തറാവീഹാണ്. ഒരു റകഅത്ത് എന്ന് പറഞ്ഞത് ചിലപ്പോൾ സഹാബികൾ തറാവീഹ് കഴിഞ്ഞാൽ ഒരു റകഅത്ത് വിത്ർ നിസ്കരിച്ച ചില ദിനങ്ങൾ ഉണ്ട്. അതുകൊണ്ടാണ് ഒരു റകഅത്ത് വിത്ർ കൂട്ടിയിട്ടാണ് 21 എന്ന് പറഞ്ഞത്. ഇരിക്കട്ടെ സഹോദരന്മാരെ, അത് സഹീഹായ റിപ്പോർട്ടാണ്. അബ്ദുർ റസാഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുസന്നഫിലുള്ള റിപ്പോർട്ട് 20 റകഅത്ത് തറാവീഹ്, അതിന്റെ മേലെയുള്ളത് വിത്റാണ് എന്ന് ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു. അത് തന്നെയാണ് ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത സഹീഹായ ഹദീസ്. അതിൽ പറയുന്നത് 23 റകഅത്ത് എന്നാണ്. കാരണം 20 റകഅത്ത് തറാവീഹും 3 റകഅത്ത് വിത്റുമായിരുന്നു. ഇതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ച സ്ഥലങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞു എന്നറിയോ? മുതഅല്ലിമീങ്ങൾ ശരിക്കും ഇവിടെ ശ്രദ്ധിക്കണം. എന്താ പറഞ്ഞു എന്നറിയോ? സഹാബത്ത് റകഅത്തിന്റെ എണ്ണം വർദ്ധിപ്പിച്ചു. റകഅത്തിന്റെ എണ്ണം വർദ്ധിപ്പിച്ചപ്പോൾ അവര് നീട്ടി നിസ്കരിച്ചു. അത് കണ്ടപ്പോ ചില ആളുകൾ തെറ്റിദ്ധരിച്ചു, തറാവീഹിന്റെ എണ്ണം മുമ്പ് 11 പിന്നെ സഹാബത്ത് വർദ്ധിപ്പിച്ചിട്ട് എണ്ണം കൂട്ടിയതാണെന്ന് തെറ്റിദ്ധരിച്ചു. അങ്ങനെയല്ല അതിന്റെ അർത്ഥം. അത് മഹാനായ ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു മറ്റും അതിനെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. അത് ഇമാം ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹു വിശദീകരണം നോക്കിയാൽ കാണാം. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആദ്യം 11 റകഅത്ത് വിത്റിൽ ജമാഅത്ത് പുനഃസംഘടിപ്പിച്ചു. ആ ജമാഅത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തറാവീഹിലെ ജമാഅത്തും പുനഃസംഘടിപ്പിച്ചു. തറാവീഹിലെ ജമാഅത്ത് പുനഃസംഘടിപ്പിച്ചപ്പോൾ 20 റകഅത്ത് ജമാഅത്തായി നടക്കുകയാണല്ലോ. അങ്ങനെ നടക്കുന്ന ഘട്ടം വന്നപ്പോ വിത്റിന്റെ എണ്ണം 11 ചുരുക്കിയിട്ട് 1 റകഅത്തായും 3 റകഅത്തായും വിത്ർ നിസ്കരിക്കുന്ന രൂപമുണ്ടാക്കി. അപ്പൊ എണ്ണം ചുരുക്കി എന്ന് പറഞ്ഞത്, എണ്ണം ചുരുക്കി എന്ന് പറഞ്ഞാൽ വിത്ർ നിസ്കാരത്തിന്റെ എണ്ണം ചുരുക്കി എന്നാണ്. എണ്ണം വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം റമളാനിൽ മൊത്തത്തിൽ നിസ്കരിക്കുന്നതിന്റെ എണ്ണം വർദ്ധിപ്പിച്ചു എന്നാണ്. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തറാവീഹ് 11 പഠിപ്പിച്ചിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് കുറെ എണ്ണം കൂട്ടിയെന്നോ സഹാബത്ത് കൂട്ടിയെന്നോ പറഞ്ഞാൽ സഹാബത്ത് ഇസ്ലാം ദീനിൽ ഇല്ലാത്തത് കൂട്ടിച്ചേർത്തവരാണെന്ന് പറയുന്ന വങ്കത്തരം പറയുന്നവർക്കല്ലാതെ, വിഡ്ഢിത്തം പറയുന്നവർക്കല്ലാതെ അത് സ്വീകരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ നന്നായി മനസ്സിലാക്കണം. ആദ്യം ജമാഅത്ത് പുനഃസംഘടിപ്പിച്ചത് വിത്റിലാണ്. 11 റകഅത്ത് വിത്റാണ് നിസ്കരിച്ചിരുന്നത്. പിന്നീട് തറാവീഹിലെ ജമാഅത്ത് പുനഃസംഘടിപ്പിച്ചപ്പോ 20 റകഅത്ത് തറാവീഹ് നിസ്കാരം നടത്തി. അപ്പൊ വിത്റിന്റെ എണ്ണം ചുരുക്കി. കാരണം ഒരുപാട് നിസ്കാരമുണ്ടല്ലോ. അതുകൊണ്ട് വിത്റിന്റെ എണ്ണം ചുരുക്കിയിട്ട് ചിലപ്പോൾ 1 ചിലപ്പോൾ 3 നിസ്കരിച്ചു. ഇരിക്കട്ടെ സഹോദരന്മാരെ, അങ്ങനെ മഹാന്മാരായ സഹാബത്ത് തറാവീഹ് നിസ്കാരം നിർവഹിച്ചത് 20 റകഅത്താണ്. അതുകൊണ്ട് തന്നെ സഹാബത്ത് എന്ത് ചെയ്തു എന്ന് നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ദീന് സഹാബത്ത് എന്ത് ചെയ്തു എന്ന് നോക്കിയിട്ട് അതനുസരിച്ച് വിധി പ്രഖ്യാപിച്ചിട്ടുള്ള മഹാന്മാരായ 4 മദ്ഹബിന്റെ ഇമാമിങ്ങളും അവരൊരിക്കലും സഹാബത്തിനെ മറികടന്നുകൊണ്ട് മതം പറയൂല, സഹാബത്തിനെ തള്ളിക്കൊണ്ട് അവർ ദീന് പറയൂല. അത് 4 മദ്ഹബിന്റെ ഇമാമിങ്ങളെയും പവറാണ്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം ശാഫിഈ, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു 4 മദ്ഹബിന്റെ ഇമാമിങ്ങളും പറയുന്നു 20 റകഅത്തിൽ കുറഞ്ഞ തറാവീഹ് ഇല്ല. 4 മദ്ഹബിന്റെ ഇമാമിങ്ങളും പറയുന്നു. എന്നാൽ ഇമാമിങ്ങളെ തള്ളിയിട്ട് ഒരു വിവരവുമില്ലാതെ മതം പറയാൻ ഇറങ്ങിയ കുറെ കക്ഷികളില്ലേ, അവരെന്ത് ചെയ്തു? അവര് ബുഖാരിയിൽ ഒരു ഹദീസ് കണ്ടു. ആ ഹദീസ് എന്താണ്? മകാന യസീദു ഫീ റമളാന വലാ ഫീ ഗൈരിഹി അലാ 11 റകഅ. അല്ലാഹുവിന്റെ റസൂൽ റമളാനിലും അല്ലാത്തപ്പോഴും 11 വർദ്ധിപ്പിച്ചില്ല എന്ന് പറയുന്നൊരു ഹദീസ്. പക്ഷേ അവർ 11 വർദ്ധിപ്പിച്ചില്ല എന്നുള്ളത് മാത്രമേ നോക്കിയുള്ളൂ. അത് ഏതാ നിസ്കാരം എന്നുള്ളത് നോക്കിയില്ല. ഏത് നിസ്കാരമാണ് എന്ന് നോക്കിയില്ല. ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ലേ, വിവരമില്ലാത്തവർ മതം പറഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ. ഒരു പല്ലിന്റെ ഡോക്ടർ
അയാളെടുത്ത് പല്ലെടുക്കണമെങ്കിൽ 150 റുപ്യ ഫീസ് കൊടുക്കണം. ഞാൻ കുറേ കാലം ഇനി പല്ലെടുക്കലില്ല, എടുക്കാണ്ട് തന്നെ ഒക്കട്ടെ, അതുകൊണ്ട് ഇപ്പം എനിക്ക് ഫീസ് എത്രയാണെന്ന് അറിഞ്ഞൂടാ. ഇപ്പം എത്രയാണ് ഫീസ് പല്ലെടുത്താൽ? അടുത്തവരുടെ ചോദിച്ചാൽ മനസ്സിലാവും. 50 റുപ്യ 50 റുപ്യ കൊടുക്കണം എന്നായിരിക്കട്ടെ, 50 റുപ്യ കൊടുക്കണം. അപ്പോൾ പിന്നെ അങ്ങാടിയിൽ വെച്ചൊരു ചങ്ങായി പല്ലെടുക്കുന്നുണ്ട്. ഒരു മേശയെല്ലാം കൊണ്ടുവന്ന് വെച്ച് ഒരു തവളേനെല്ലാം ചാടിച്ച് കുറച്ച് ആളുകളെല്ലാം കൂട്ടിയിട്ട് പല്ലെടുക്കാൻ നിൽക്കുന്നുണ്ട് ഒരു ചങ്ങാതി. മൂപ്പരെടുത്തുണ്ട് സൂര്യമൊക്കെ. മൂപ്പര് പല്ലെടുക്കും. മൂപ്പരോട് വെച്ച് എത്ര റുപ്യാന്ന് വെച്ചു. ഒരു പല്ലിന് 10 റുപ്യ, 2 എണ്ണം എടുക്കുന്നത് 15 റുപ്യ. ഓ, വളരെ ആദായമായിട്ട്. അപ്പം എന്ത് ചെയ്തു? ആദായമാണല്ലോ ആൾക്കാർക്ക് വേണ്ടത്. അങ്ങനെ ഈ പല്ലെടുക്കുന്നവൻ്റെ അടുത്ത് നിന്ന് പല്ലെടുത്തു, പുറക്ക് പോയി. അപ്പോൾ പല്ല് വേദനയ്ക്ക് ഒരു കുറവുമില്ല, ഒരു വേദനയും കുറവില്ലാലോ തന്നെ പെണ്ണുങ്ങളോട് ഭാര്യനോട്. ഭാര്യ പറഞ്ഞ് എന്തേ എടുത്തിട്ട് പല്ല് വേദന കുറവില്ലാത്ത? ഞാൻ അറിയില്ല, എന്തായിട്ട് ഒരു കുറവില്ല. ഇനിയിപ്പോൾ അയാൾക്ക് വിരിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ, എന്തെങ്കിലും ഒരു പൈസ കൊടുക്കാം. ഞാൻ ആ പല്ലിൻ്റെ ഡോക്ടറെ തന്നെ പോയി കാണട്ടേത്. പല്ലിൻ്റെ ഡോക്ടറെ കണ്ടപ്പോഴല്ലേ മനസ്സിലായത് വേദന ഇല്ലാത്ത പല്ല എടുത്ത് മൂപ്പര്. പിന്നെ അങ്ങാടിയിൽ നിന്ന് എടുത്ത പല്ല് വേദന ഇല്ലാത്ത പല്ല. ഇത് മാതിരിയല്ലേ ഇമാമിങ്ങളെ തല്ലിയിട്ട് മതം പറയാനിറങ്ങിയ ജാഹിലീങ്ങളെ കഥ. കാരണം 4 മദ്ഹബിന്റെ ഇമാമിങ്ങളും പറയുന്നു 20-ൽ കുറഞ്ഞ തറാവീഹില്ല. എന്നിട്ട് ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് പറയാ തറാവീഹ് 11 അല്ലെ 8 എന്ന് പറഞ്ഞാൽ ആ ഒരു വിവരക്കേട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ 4 മദ്ഹബിന്റെ ഇമാമിങ്ങളും ഈ ഹദീസ് കണ്ടിട്ടില്ല. സുബ്ഹാനല്ലാഹ്, ആ ഹദീസ് ബുഖാരിയിലാ ഉള്ളത്. ബുഖാരിയിൽ ഇമാം ബുഖാരിക്ക് ആ ഹദീസ് ആരാ പറഞ്ഞു കൊടുത്തത്? അത് പറഞ്ഞു കൊടുത്ത ഉസ്താദ്, ആ ഉസ്താദിന്റെ നേരെ മേലെയുള്ള ഉസ്താദ് ആരാണ്? ബുഖാരി എന്ന് മറിച്ച് നോക്കിയാൽ മതി. ബുഖാരിയിൽ 3 സ്ഥലത്തും പറയുന്നത് ഞാൻ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു ആണ്. 4 മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ ഒരാളാണ് മാലിക് ഇമാം. ആ മാലിക് ഇമാം പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് ബുഖാരി ഇമാമിന്റെ ഉസ്താദിന് ഈ ഹദീസ് കിട്ടിയത് തന്നെ. ആ ഉസ്താദ് പറഞ്ഞു കൊടുത്ത ഇമാം ബുഖാരിക്ക് അത് അറിയാൻ കഴിഞ്ഞു തന്നെ. അപ്പൊ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു ആണ് ആ ഹദീസ് ലോകത്തെ പഠിപ്പിച്ചത് തന്നെ. ആ മാലിക് ഇമാമിന്റെ മുഖത്ത എന്ന് പറയുന്ന സ്വന്തം കിതാബില് അബ്വാബുൽ വിത്രി, വിത്റിന്റെ അധ്യായത്തിൽ ആ ഹദീസ് കൊടുത്തതന്നെ. കാരണം മാലിക് ഇമാമിന് അറിയത് വിത്റാണ്. മറ്റേത് വേദനയില്ലാത്ത വല്ലെടുത്തതാ. വിത്ർ നിസ്കാരത്തിന്റെ എണ്ണാണ് ആ 11 എന്ന് പറഞ്ഞത്. മാലിക് ഇമാം അത് എഴുതി വെച്ചത് തന്നെ വിത്റിന്റെ ബാബില്. ആ മുവത്ത എന്ന കിതാബ് മക്കയിൽ നിന്ന് മനപ്പാടാക്കിയിട്ട് മദീനയിൽ പോയി മാലിക് ഇമാമിന്റെ അടുത്ത് സ്വന്തം ഓതിയ ആളാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. അപ്പൊ ഷാഫി ഇമാം ഹദീസ് കണ്ടിട്ടില്ലേ? ഷാഫി ഇമാം ഹദീസ് കണ്ടിട്ടുണ്ട്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ആ ഹദീസിന്റെ കിതാബ് പൂർണ്ണമായി ഓതിയ ആളാണ് ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. അപ്പൊ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ഹദീസ് കണ്ടിട്ടുണ്ട്. അവർക്കൊക്കെ അറിയാം ഇത് വേദനയില്ലാത്ത പല്ലാണ് എന്ന് പറഞ്ഞാൽ ഇത് തറാവി അല്ല, വിത്റാണ്. എല്ലാ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു സഹാബത്തിനെ തന്നെ കണ്ടവരാ. അവർക്കും അറിയാം ഇത് വിത്റിനെ കുറിച്ച്, ഇത് തറാവീഹിനെ കുറിച്ചല്ല, ഇത് തറാവീഹിനെ കുറിച്ചല്ല എന്ന് മഹാനവറുകൾക്കും അറിയാം. എന്നിട്ടോ 4 ഇമാമിങ്ങളും പറഞ്ഞു തറാവീഹ് നിസ്കാരം 20-ൽ കുറവില്ല. ആ ഇമാമിങ്ങളെ തള്ളിയിട്ട് ഞമ്മക്കാണ് ഹദീസ് മനസ്സിലാകുക എന്ന് പറഞ്ഞിട്ട് വിത്റിന്റെ ഹദീസ് കൊണ്ടുപോയി, തഹജ്ജുദിന്റെ ഹദീസ് കൊണ്ടുപോയിട്ട് തറാവീഹിന് തെളിവ് ധരിച്ചു. ഇങ്ങനത്തെ ഒരു വിവരക്കേട് പിന്നെന്ത് പറയാലാ? അത് ബുഖാരി തന്നെ മറിച്ച് നോക്കിയാൽ ആ വെടിത്തുണ്ടാവില്ലായിരുന്നു. കാരണം ബുഖാരിയിൽ തന്നെ ആ ഹദീസ് ആദ്യം കൊടുക്കുന്നത് തഹജ്ജുദിന്റെ അധ്യായത്തിലാണ്. കാരണം തഹജ്ജുദ് നിസ്കാരത്തെ സംബന്ധിച്ചാണ്. തഹജ്ജുദ് എന്ന് പറഞ്ഞ രാത്രി ഈശാ നിസ്കരിച്ച് ഉറങ്ങിയതിന് ശേഷം നിസ്കരിക്കുന്ന നിസ്കാരത്തിനാണ് തഹജ്ജുദ് എന്ന് പറയാം. അത് ആ സമയത്ത് നിങ്ങൾ വിത്ർ നിസ്കരിച്ചാലും തഹജ്ജുദാവും. ആ സമയത്ത് വിത്ർ നിസ്കരിച്ചാലും തഹജ്ജുദാവും. അപ്പൊ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തഹജ്ജുദും വിത്റും ഒന്നായിരുന്നു ഇബ്നു തൈമിയ്യ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്.